ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബൈബിറ്റിൻ്റെ കോയിൻ സ്വീപ്പർ എന്ന് പറയുന്ന ഒരു എയർ ഡ്രോപ്പിനെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ ബൈബിറ്റ് എക്സ്ചേഞ്ച് ഡയറക്റ്റ് അവർ ചെയ്യുന്നൊരു പ്രൊജക്റ്റാണ് ഈ കോയിൻ സ്വീപ്പർ എന്ന് പറയുന്ന എയർ ഡ്രോപ്പ്. അപ്പം നമുക്ക് നല്ല രീതിയിലൊരു പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളൊരു പ്രൊജക്റ്റ് കൂടിയാണിത്. നമ്മളിതിനകത്ത് ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണിക്കുന്നത്. ഈ രണ്ടാമത് കാണുന്ന ഈ ബാഗ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന MNT ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ MNT നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് ലെക്കാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് കോയിൻ സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് ലെക്ക് ബേസിൽ കിട്ടുന്നൊരു, അപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് ലെക്ക് ഉണ്ടെങ്കിൽ ചില സമയത്ത് കിട്ടും. അതാണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, MNT പോയിൻറ്റ്. അടുത്ത് നമ്മൾ എന്താ ഇവിടെ നോക്കുന്നത് ടാസ്ക്കാണ്. ഇപ്പോൾ ഇവർ ടാസ്കിലൊരു 3-4 ടാസ്കുകൾ ആകെ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇവരുടെ ബൈബിറ്റ് എക്സ്ചേഞ്ചുമായിട്ട് കണക്ട് ചെയ്യുക, ഇവരുടെ ബൈബിറ്റിൻ്റെ Web3, പിന്നെ ബൈബിറ്റിൻ്റെ അനൗൺസ്മെൻറ്റ്, അതുപോലുള്ള കുറച്ച് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനും, അതുപോലുള്ള ചെറിയ ചെറിയ ടാസ്കുകൾ 3 അത് മാത്രമേ ഇപ്പോൾ ടാസ്ക്കായിട്ട് ഇവിടെ ഉള്ളൂ. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പോയിൻ്റ് കിട്ടും. ഇതിനകത്ത് ഈ ബൈബിറ്റിൻ്റെ UID വെച്ചാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്ത കംപ്ലീറ്റ് ചെയ്ത അക്കൗണ്ട് UID വെച്ച് മാത്രമേ ഇത് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലേ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഫ്രോഡ് കളിക്കാരോ അല്ലെങ്കിൽ ഒരുപാട് മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉണ്ടാക്കുന്നവർക്കൊന്നും ഇതിൻ്റെ അകത്ത് കയറി ഒരുപാട് പോയിൻ്റ് എടുത്ത് ബാക്കിയുള്ളവർ അലോക്കേഷൻ കുറയ്ക്കാൻ പറ്റില്ല. സാധാരണ നമ്മളൊരു എയർ ഡ്രോപ്പിൽ കണ്ടുവരുന്ന രീതി അങ്ങനെയാണല്ലോ, ഒരുപാട് മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉള്ളവരെടുത്ത് ബാക്കിയുള്ള കളിക്കുന്നവർക്ക് അലോക്കേഷൻ കിട്ടാതെ പോവുകയും അവർ ഒരുപാട് അലോക്കേഷൻ കൊണ്ടുപോവുകയും ചെയ്യുന്നൊരു രീതിയിൽ. പക്ഷെ അത് നടക്കില്ല. അത് ബൈബിറ്റ് ചെയ്ത് നല്ലൊരു കാര്യമാണ്. അപ്പം KYC കംപ്ലീറ്റ് ചെയ്തവരുടെ ബൈബിറ്റിൻ്റെ അക്കൗണ്ടിൻ്റെ UID വെച്ച് മാത്രമേ ഇതിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പോൾ ഇവരുടെ ഗെയിം കളിക്കാൻ ചെറിയൊരു ഡെമോ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഗെയിം എടുത്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സെൻട്രലായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനൊരു കുറച്ച് പോയി കിട്ടും നമുക്ക്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ 1 എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ 1 അതുപോലെ 2 എന്ന് കാണിക്കുന്ന നമ്പറുകളുണ്ടല്ലോ, ഇതിൻ്റെ അടുത്തെല്ലാം ഈ 1ൻ്റെ അടുത്ത് എന്ന് പറയുന്നിടത്ത് തന്നെ അവരുടെ കോർണറിലായിട്ട് ഒരു ബോംബ് കാണും. ഈ 2 എന്നുള്ള അവരുടെ ഏതെങ്കിലും കോർണറിലായിട്ട് 2 ബോംബ് കാണും. നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാനായിട്ട് നമ്മളിപ്പം സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. ഇപ്പോൾ ഈ 1 എന്നുള്ള സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ ആരോ മാർക്ക് വരുന്ന ഏതൊരു കോർണറിൽ ഒരു ബോംബ് ഉണ്ടാകുമെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ 1ൻ്റെ മുകളിലില്ല, സൈഡിലില്ല, ഇപ്പോഴും സൈഡിലേക്കില്ല. അവരുടെ ഇപ്പോൾ ബോക്സ് വരുന്ന ഈ ഒറ്റ സൈഡിൽ മാത്രമേ അവരുടെ ബോക്സ് വരുന്നുള്ളൂ. നമുക്കിപ്പോൾ ബോക്സ് കാണുന്നുള്ളൂ. അപ്പോൾ അവിടെയാണ് ഇവരുടെ ബോംബ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളവിടെ ഒരു ഫ്ലാഗ് വെച്ച് കൊടുക്കുകയാണ്. ഈ മുകളിൽ കാണുന്നതാണ് ഫ്ലാഗ് അവരുടെ. അപ്പോൾ നമുക്ക് ബോംബ് ഉണ്ടെന്ന് സംശയമുള്ളത്, മൈനുള്ളതെന്ന് സംശയമുള്ളിടത്തെല്ലാം നമുക്ക് ഈ ഫ്ലാഗ് വെച്ച് പോകാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും കളിക്കാനായിട്ട്. ഓക്കെ, തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ബോംബ് ഇവരുടെ. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ ഫ്ലാഗ് വെച്ചു, അപ്പുറത്ത് ഉറപ്പായിട്ടും അപ്പോൾ നമുക്ക് ബോംബില്ല, ധൈര്യമായിട്ട് നമുക്ക് അവിടെ പൊട്ടിക്കാം. അത് പോയിൻ്റാണുള്ളത്. കാരണം ഇതിൻ്റെ ബോംബ് ഇവിടെ കിട്ടി, ഇതിൻ്റെയും ബോംബ് കിട്ടി, ഇതിൻ്റെയും കിട്ടി. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് തൊട്ടപ്പുറത്തുള്ള ബോക്സ് നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, ആ ബോംബ് പൊട്ടിച്ചു, കണ്ടോ, അവിടെ കോയിനായിരുന്നു. ഇനി ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഈ മുകളിൽ കാണുന്ന 1, 2 എന്നുള്ള ഇത് കണ്ടോ നിങ്ങൾ. അപ്പോൾ ഈ 1ൻ്റെത് വേറെ ഓപ്ഷൻ, അത് മുകളിലേക്കില്ല, വലത് സൈഡിലേക്കില്ല, താഴത്തേക്കില്ല, ഇടത് സൈഡിലേക്കില്ല, മുകളിലേക്കില്ല, ഈ കോർണറിലേക്ക് മാത്രം ഒരു ബോക്സ് ഇരിപ്പുള്ളൂ ഇപ്പോൾ. ദാറ്റ്സ് മീൻ, അപ്പം നമുക്ക് അത് ഫ്ലാഗ് ആക്കി വയ്ക്കാം. കാരണം അവിടെ മൈൻ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അത് ഫ്ലാഗ് ആക്കി വെച്ചു. അടുത്തത് നമുക്ക് ആ 1ൻ്റെ അപ്പോൾ കിട്ടി, ഈ 1ൻ്റെയും കിട്ടി, ഈ സൈഡിൽ 1ൻ്റെയും കിട്ടി. ആ 2ൻ്റെ ഒരെണ്ണവും കിട്ടി നമുക്ക്. അപ്പോൾ 2ൻ്റെ വേറെ സൈഡിലേക്കൊന്നുമില്ല. അപ്പോൾ 2ൻ്റെ ഈ തൊട്ട് മുകളിൽ കാണുന്നത് അപ്പോൾ അവരുടെ മൈനായിരിക്കും, ഉറപ്പായിട്ടും മൈനായിരിക്കും. കാരണം 2ൻ്റെ ഒരു ഫ്ലാഗ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെയും ഫ്ലാഗ് ഒന്ന് വയ്ക്കുകയാണ്. ഓക്കെ, നമ്മളവിടെ ഒരു ഫ്ലാഗും കൂടെ വെച്ചു. അപ്പോൾ ഇനി തൊട്ട് മുകളിൽ കാണുന്നതിന് നമുക്കത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അവിടെ എന്തായിരിക്കും, അവിടെ ബോംബായിരിക്കുമോ
അതോ അവിടെ പോയിൻ്റ് ആയിരിക്കുമോ? നിങ്ങൾക്ക് ഏകദേശം ഊഹിച്ച് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് നമുക്ക് വിചാരിക്കാം. ഇവിടെ എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കാവൂ. തീർച്ചയായിട്ടും അവിടെ പോയിൻ്റ് തന്നെയാണ്. കണ്ടോ, അവിടെ പോയിൻ്റാണ്. നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പോൾ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങളൊന്നും കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ചെയ്തുതരാം. ഇത് ഒരുപാട് വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടിപ്പോയതുകൊണ്ടാണ് ഞാൻ ബാക്കിയില്ലാത്ത ഇടാത്തത്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഫുൾ ലെങ്ത്തിലൊരു വീഡിയോ ഞാൻ ഇത് ഫുള്ള് ഗെയിം കളിക്കുന്ന പറഞ്ഞാൽ ഞാൻ ഫുൾ ഡീറ്റെയിൽഡ് സെറ്റ് ഇടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും ലൈക്കായിട്ടും ഒന്ന് അറിയിക്കുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ടെലഗ്രാം ചാനലിൽ വന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ടെലഗ്രാം ചാനൽ വഴി നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാൻ പറ്റും. അവിടെ എൻ്റെ കമൻറ്റ് അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓഫല്ല. മറ്റുള്ള യൂട്യൂബേഴ്സ് ചെയ്യുന്നുള്ള ഞാൻ ഓഫാക്കിയിട്ടില്ല. അവിടെ എനിക്ക് ഡയറക്റ്റ് എന്നോട് ചാറ്റ് ചെയ്യാം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. അപ്പോൾ എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, ബയോയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.